ഹലോ! എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലേ. ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സ്കൂളിലെല്ലാം പരിപാടിയെല്ലാം ഉണ്ടാവും. നല്ലൊരു ഇതാണല്ലേ. നമ്മളെ കുഞ്ഞു ബസ് ഇപ്പോൾ ദാ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നേരത്തെ വന്നു. ഓൻ്റെ സ്കൂളിൽ എന്തെല്ലോ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കൊടി ഉയർത്തി പിന്നെ അവർക്ക് അങ്ങനെയെല്ലാം. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഞാൻ 1 മുതൽ 7 വരെ പഠിച്ചത് കാസർഗോഡ് ബ്ലൈൻഡ് സ്കൂളിലാണ്. അപ്പോൾ അവിടെ ഇല്ല ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടെല്ലാം ഇവൻ പറയുമ്പോൾ എനിക്കത് ഓർമ്മ വന്നു. അങ്ങനെ അതൊന്ന് യൂട്യൂബിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ വന്നത്. ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുന്നത് ബ്ലൈൻഡ് സ്കൂളിലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരാഴ്ച മുമ്പ് ആഗസ്റ്റ് 15 ആണെങ്കിൽ ഒരു 10, 9 ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങും. ഇപ്പോൾ വെള്ളിയാഴ്ച വീട്ടിൽ പോയിട്ട് തിങ്കളാഴ്ച വരുന്ന ഒരു രീതിയാണ് നമ്മൾ. ഹോസ്റ്റലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ നിന്നിട്ട് പിന്നെ വെള്ളിയാഴ്ച വരും വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ തിങ്കളാഴ്ച പോകുമ്പോൾ നമ്മൾ ആഗസ്റ്റ് 15 ഇടേണ്ട വള, മാല, ക്ലിപ്പ് ഇതിൻ്റെ കളറില്ലേ ഇതില്ലേ ആഗസ്റ്റ് 15 നമ്മൾ സാധാരണ ഇടില്ലേ, സാധാരണ വെള്ള, നടുവിൽ വെള്ള, പിന്നെ പച്ചയും കുങ്കുമവും എല്ലാം ആയിട്ട് അങ്ങനെ വള വാങ്ങും, കൊടി വാങ്ങും. ഇതെല്ലാം വാങ്ങിയിട്ടായിരിക്കും വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവരും ഒരാൾ പോലും വാങ്ങാണ്ട് വരില്ല. എല്ലാവരും പൊടിയും വളയെല്ലാം വാങ്ങിയിട്ടേ വരൂ. പിന്നെ നല്ല രസമാണ്. അപ്പം പിന്നെയുള്ള ഓർമ്മ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചിലപ്പോൾ ഏതെങ്കിലും കുറച്ച് ചേച്ചിമാരെല്ലാം നമ്മളെപ്പോലെ ഇങ്ങനെ ആഴ്ചക്ക് വീട്ടിൽ പോകാത്തവരുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ അവരും വാങ്ങും. അഥവാ പൈസയെല്ലാം കയ്യിൽ പൈസയൊന്നും ഇല്ലെങ്കിൽ അവരാരോടെങ്കിലും വാങ്ങിച്ചിട്ടെങ്കിലും ഈ സാധനങ്ങളെല്ലാം വാങ്ങണം. നമുക്ക് നിർബന്ധമായിരുന്നു എത്ര ഇതായാലും ഇതെല്ലാം വാങ്ങണം എന്നുള്ളത്. അങ്ങനെ ഇതെല്ലാം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ ഒരാഴ്ച മുമ്പ് സാറ് നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നമുക്ക് മ്യൂസിക്കിൻ്റെ നമ്മളെ സാറുണ്ട്. അപ്പോൾ സാറ് നമുക്ക് ജെണ്ട, ഉഞ്ച, വന്ദേ മാതരം, ദേശീയഗാനം ഇതെല്ലാം നമുക്ക് ആ സമയത്ത് പാടണമല്ലോ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു തരും. പിന്നെ PT-ൻ്റെ ഒരു സാറുണ്ട്. അപ്പോൾ സാറ് നമുക്കിപ്പോൾ കാഴ്ചയില്ലാത്തവരായതുകൊണ്ട് തന്നെ ചിലവർക്ക് പുതിയതായിട്ട് വന്നവർക്കൊന്നും അറ്റൻഷൻ അതൊന്നും പറയുമ്പോൾ അങ്ങനെ വേഗം തിരിയില്ല. അപ്പോൾ സാറ് എല്ലാവർക്കും ഫ്ലാഗ് ഉയർത്തിയിട്ടാകുമ്പോൾ ഫ്ലാഗ് സല്യൂട്ട് ചെയ്യാനും പിന്നെ അറ്റൻഷൻ, സ്റ്റാൻഡിറ്റീസ് അതെല്ലാം പറഞ്ഞു തരും. അതെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും അങ്ങനെ എല്ലാം പറഞ്ഞു തരും. പിന്നെ ആ ഓഗസ്റ്റ് 15 തലേദിവസം നല്ല രസം. തലേദിവസം രാത്രി 1 മണി വരെ എല്ലാം ബ്ലൈൻഡ് സ്കൂളിലത്തെ സ്റ്റാഫ് അവരെല്ലാം ഡെക്കറേഷൻ ആക്കും. നമ്മളെ സ്കൂളും സ്കൂളിൻ്റെ വരാന്ത എല്ലായിടത്തും ബലൂണെല്ലാം തൂക്കിയിട്ട് ഡെക്കറേഷൻ ആക്കും. അങ്ങനെ നമ്മളും അപ്പോൾ ആ 12, 1 മണി വരെ നമ്മൾ ഉറങ്ങില്ല. പിറ്റേന്ന് രാവിലെ എണീക്കുകയും ചെയ്യും. അത്ര രാത്രി വരെ നമ്മൾ നിൽക്കുകയും ചെയ്യും. നമ്മൾ ഒന്നും പണിയൊന്നും എടുക്കില്ല. എന്നാലും അവർ ചെയ്യുന്നത് നോക്കിയിട്ട് നിൽക്കും. എന്നിട്ട് മൈദേനെ കൊണ്ടല്ലേ നമ്മൾ ഒട്ടിക്കൽ. അപ്പോൾ ആ ബാക്കി വരുന്ന മൈദയെല്ലാം നമ്മൾ എല്ലാവരും മുഖത്തെല്ലാം തേച്ചിട്ട് അങ്ങനെയെല്ലാം ആക്കിയിട്ട് കളിക്കും. പിന്നെ ബലൂണ് ഊതി വീർപ്പിക്കാനെല്ലാം നമ്മൾ കൂടലുണ്ട്. അതെല്ലാം ചെയ്യും. പിന്നെ പിറ്റേന്ന് രാവിലെ എണീച്ചിട്ട് ഒരു 8:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കൊടിമരത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് കൊടി ഉയർത്തും. പിന്നെ ദേശഭക്തി ഗാനം അതെല്ലാം ഉണ്ടാവും. നല്ല രസമാണ്. പിന്നെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേഡിയത്തിൽ പോകും. നമ്മൾ ബ്ലൈൻഡ് സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു മുനിസിപ്പൽ സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ സ്റ്റേഡിയത്തിൽ പോയിട്ട് പിന്നെ ഇതില്ലേ പരേഡ് കാണാൻ പോവും. പിന്നെ അങ്ങനെ സ്റ്റേഡിയത്തിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ സ്കൂളിൽ പായസമെല്ലാം ഉണ്ടാവും. അങ്ങനെ പായസമെല്ലാം കുടിച്ചിട്ട് പിന്നെ നമ്മൾ കുറേ നമുക്ക് ഇങ്ങനെ സ്പോൺസർഷിപ്പ് ഉണ്ടാവും. കുറേ ആൾ സ്വീറ്റ്സ് എല്ലാം കൊണ്ടുതരും. ലഡു, പിന്നെ ചോക്ലേറ്റ് അങ്ങനത്തെ എല്ലാം കൊണ്ടുതരും നമുക്ക്. പിന്നെ എന്നിട്ട് നമ്മൾ എണ്ണി നോക്കും. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും കിട്ടിയ ചോക്ലേറ്റെല്ലാം എടുത്തിട്ട് എണ്ണി നോക്കും ആർക്ക് കൂടുതൽ കിട്ടിയത്. അവരിങ്ങനെ വാരി തരും നമ്മളെ കയ്യിൽ. അപ്പോൾ നമ്മൾ അതെല്ലാം എണ്ണിയിട്ട് നോക്കും. പിന്നെ ഒരു ലയൺസ് ക്ലബ്ബ് ഉണ്ട് ബ്ലൈൻഡ് സ്കൂളിൻ്റെ അടുത്ത്. അപ്പോൾ അവർ നമ്മളോട് മറ്റേതില്ലേ രാത്രി അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടാകലുണ്ട് ലയൺസ് ക്ലബ്ബിൽ. അപ്പോൾ ആ പ്രോഗ്രാമിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്യലുണ്ട് എല്ലാ വർഷവും. അപ്പോൾ നമ്മൾ രാത്രി ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും. അങ്ങോട്ടേക്ക് പോയിട്ട് അതിന് മുമ്പ്
ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാകുമ്പോൾ കുറേ ബലൂണ് ബാക്കിയുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ ബലൂണും പറിച്ചെടുത്തിട്ട് അവരെടുക്കുന്നതിന് മുമ്പ് എനിക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് എല്ലാ ബലൂണും പറിച്ചെടുത്തിട്ട് നമ്മ അതിൻ്റെ കാറ്റില്ലേ, ഊതിയിട്ടല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കാറ്റ് അയച്ച് വിട്ടിട്ട് എവിടെയെല്ലാം ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് കളിക്കും. അല്ല, വേറെ ആരെങ്കിലും എടുക്കുന്നതിന് മുമ്പ് വേഗം പോയിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം എടുക്കും. അങ്ങനെ. പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ ലയൺസ് ക്ലബ്ബിൽ പോകും. പിന്നെ അവിടെ പാട്ടും പരിപാടിയെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടുന്ന് പാട്ടെല്ലാം പാടിയിട്ട് അവിടെ നമുക്ക് സമ്മാനമെല്ലാം കിട്ടലുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം എനിക്ക് കിട്ടിയത് മറ്റേ ഇതില്ലേ, ഡാർക്ക് ഫാൻറ്റസി 3 പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡാർക്ക് ഫാൻറ്റസീൻ്റെ. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ സ്വാതന്ത്ര്യദിനം പറയുമ്പോൾ എനിക്ക് ഇല്ല ഓർമ്മകളെല്ലാം ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ല ഇങ്ങനത്തെ ഓർമ്മകളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.